AAC11A നമ്മൾ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ എല്ലാ ഒബ്ജക്റ്റീവ് എലമെൻറ്റിലും ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് AAC11Aയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദർ ഈസ് എ റിട്ടൺ ഗൈഡൻസ് ഗവേൺസ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്രിവെൻറ്റീവ് ആൻഡ് പ്രൊമോട്ടീവ് കെയർ ആസ് പെർ ദ സ്കോപ്പ് ഓഫ് സർവീസസ്. അവിടെ ഒരു സ്റ്റാർ കേട്ടിട്ടുണ്ട്. റിട്ടൺ ഗൈഡൻസ് ഉണ്ടാവണം നമ്മളുടെ സ്കോപ്പ് ഓഫ് സർവീസസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിവെൻറ്റീവ് ആൻഡ് പ്രൊമോട്ടീവ് കെയർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. എന്ന് പറയുമ്പോൾ നമ്മുടെ ആശുപത്രിയിൽ കൃത്യമായിട്ടും എത്തിപ്പെടുന്ന ഡിസീസുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇമ്മ്യൂണൈസേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അതിന് ഹെൽത്ത് ലിറ്ററസി, അതിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസ് നമുക്കുണ്ടാവണം. നമ്മുടെ ആ സമൂഹത്തെ ഹെൽത്ത് ലിറ്ററസിയിൽ എത്തിക്കാനായിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ പേഷ്യൻറ്റിൻ്റെയും ഫാമിലിയെയും എഡ്യൂക്കേറ്റ് ചെയ്യണം. അവരുടെ ഏജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, ജെൻഡറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള കൗൺസിലിങ്ങുകൾ വേണോ, ഹെൽത്ത് എഡ്യൂക്കേഷൻ വേണോ, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വേണോ, ഇതെല്ലാം തന്നെ പ്രിവെൻറ്റീവ് ആൻഡ് പ്രൊമോട്ടീവ് കെയറിൻ്റെ പാർട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എറണാകുളത്തൊരു ഹോസ്പിറ്റലിൽ അവിടെ ഉച്ചയ്ക്ക് ശേഷം മെഡിറ്റേഷൻ, യോഗയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അവിടുത്തെ IP പേഷ്യൻസിന് വേണ്ടിയിട്ട്. അന്ന് എനിക്ക് അത് അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഫീൽ ചെയ്തില്ല. ഈ കഴിഞ്ഞ 25 കൊല്ലത്തെ ഒരു ഹോസ്പിറ്റൽ ഡിജിറ്റലൈസേഷൻ ജോബിൽ വളരെ അധികം രോഗങ്ങളെയും രോഗികളെയും ചികിത്സകളെയും നേരിട്ട് കാണുവാനായിട്ടുള്ള അവസരം വന്നപ്പോഴാണ് നമ്മൾ ഈ മെൻ്റൽ ഹെൽത്ത്, എക്സസൈസ്, ഫിസിക്കൽ ഹെൽത്ത്, ഒരു മെൻ്റൽ ഹെൽത്തിനുള്ള സ്ക്രീനിങ്ങുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് ലൈഫിൽ എന്ത് ഗുണമുണ്ടാകുമെന്ന് മനസ്സിലായത്. പലപ്പോഴും ഈ മരുന്ന് കൊണ്ട് മാത്രം, പ്രൊസീജിയർ കൊണ്ട് മാത്രമല്ല ഒരാൾ സുഖപ്പെടുക. അവരെ ആ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്ത് അവരുടെ ലൈഫ് സ്റ്റൈലിനെ കറക്റ്റ് ചെയ്യുന്നതിൽ കൂടെ നമുക്കവരെ കുറച്ച് നല്ലൊരവസ്ഥയിലേക്ക്, ആ ഒരു സമൂഹത്തെ, ആ ഒരു കുടുംബത്തെ, ആ ഒരു വ്യക്തിയെ കൊണ്ടുവരാനായിട്ട് പറ്റും. AAC11A നമുക്ക് കൃത്യമായ ഒരു റിട്ടേൺ ഗൈഡൻസ് ഉണ്ടാവണം. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രിവെൻറ്റീവ് ആൻഡ് പ്രൊമോട്ടീവ് കെയർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമ്മുടെ ആശുപത്രിയിലുള്ള സർവീസുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. ഓക്കെ.